ഉദ്വേഗത്തിന് മുൾമുനിൽ നിർത്തുന്ന സസ്പെൻസ് ത്രില്ലറുകളോ ഗൗരവമുള്ള പ്രമേയമുള്ള സീരിയസ് ചിത്രങ്ങളോ കപ്പ് ഓഫ് ടീ അല്ലാത്തവർക്ക് ആസ്വദിച്ച് കാണാൻ പടങ്ങൾ ഇറങ്ങുന്നില്ലെന്ന് കുറച്ചു കാലങ്ങളായി പരാതിയുണ്ട്. ഇനി റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ ഇറങ്ങിയാൽ തന്നെ അതിൽ ക്ലീഷേ തമാശകളും ക്രിഞ്ച് റൊമാൻസും ഇട്ട് നശിപ്പിക്കുമെന്നും ഇവർക്ക് വിഷമമുണ്ട്. അധികം ചിന്തിച്ച് വലയാതെ ലൈറ്റായി ആസ്വദിക്കാനാകുന്ന, തലതല്ലിച്ചിരിക്കാനാകുന്ന റൊമാൻറ്റിക് ചിത്രങ്ങളുടെ വിടവ് നികത്തുകയാണോ ഗിരീഷ് ഏടിയുടെ പ്രേമലു? തണ്ണീർമത്തൻ ദിനങ്ങളും കടന്ന് സൂപ്പർ ശരണിയിലെ കോളേജും കടന്ന് ഗിരീഷിന്റെ താരങ്ങൾ ഹൈദരാബാദിലെത്തുമ്പോൾ പ്രേമലുവിന്റെ പ്രേമം പക്വതയാർജിക്കുന്നുണ്ടോ എന്നാണ് പടം കാണുന്നതിന് മുമ്പ് കാണികൾ അന്വേഷിച്ചൊരു കാര്യം. തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണിയും നൽകുന്ന അതേ വൈബ് തന്നെയാണ് ചിത്രം നൽകുന്നതെന്നാണ് സിനിമ കണ്ടവരുടെ പൊതുവായ അഭിപ്രായം. പ്രായഭേദമന്യേ എല്ലാ കാഴ്ചക്കാരിലും ചെറുപ്പം നിറയ്ക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനാകുന്ന ന്യൂജൻ തമാശകളുള്ള, എല്ലാ ചേരുവകളും എല്ലാവരിലും വർക്കാകുന്ന നല്ല ചിത്രമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. ഗിരീഷിന്റെ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ പ്രായം എന്ന പോലെ അഭിനയത്തിലെ അനായാസത കൊണ്ട് നസ്ലിൻ വല്ലാതെ വളർന്നു കഴിഞ്ഞെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. സൂപ്പർ ശരണ്യ, തണ്ണീർമത്തൻ ദിനങ്ങൾ തുടങ്ങിയ ചിത്രങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രേമലുവും എൻജോയ് ചെയ്യാമെന്ന് നാരായണൻ നമ്പു എഴുതുന്നു. സെയിം ടെംപ്ലേറ്റിൽ തന്നെ വീണ്ടും വീണ്ടും പടച്ചിട്ടും ഗിരീഷിന്റെ സിറ്റുവേഷണൽ കോമഡി വർക്കാക്കാനുള്ള കഴിവ് അന്യായം തന്നെയെന്ന് സോളമൻ LFയുടെ പോസ്റ്റ്. തല്ലുമാലയ്ക്ക് ശേഷം ആദ്യമായാണ് തിയേറ്ററിൽ യൂത്തിന്റെ ഒപ്പം ഇരുന്ന് ആഹ്ലാദിച്ച് സിനിമ ആസ്വദിക്കുന്നതെന്ന് നന്ദകുമാർ പറയുന്നു. നസ്ലിൻ എങ്ങോട്ടായി ചെക്കന്റെ പോക്കെന്ന് കുഞ്ഞിക്ക എന്ന ഐഡിയിൽ നിന്ന് കമന്റ്. ഈ പ്രണയകഥ യഥാർത്ഥത്തിൽ നടക്കുന്നതാണോ, ലോജിക്കലാണോ, പക്വമാണോ എന്നത് ആലോചിക്കാതെ ചിൽ ചെയ്ത് ആസ്വദിക്കുന്നവർ ധൈര്യമായി വരലു, പ്രേമലു കാണലു എന്നാണ് സിനിമ ഇഷ്ടപ്പെട്ടവർ പറയുന്നത്.